നമസ്കാരം. ഒറ്റ ദിവസം കൊണ്ട് കാര്യങ്ങളാകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ആദ്യ ദിവസം ചതിയിലൂടെ, അതായത് ഇന്നലെ ഇറാനെതിരെ ഒരു ആക്രമണം നടത്തി ആയത്തുള്ള അലി ഖംനായി ഉൾപ്പെടെയുള്ള ആളുകളെ കൊലപ്പെടുത്താൻ ഇസ്രായേലിനും അമേരിക്കക്കും കഴിഞ്ഞെങ്കിലും വർദ്ധിത വീര്യത്തോടെ ഇറാൻ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അമേരിക്കയും ഇസ്രായേലും വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ശക്തമായ തിരിച്ചടികളാണ് അമേരിക്കക്കും ഇസ്രായേലിനും ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ആയത്തുള്ള അലി ഖംനായി സഞ്ചരിച്ച വഴികളിലൂടെ തന്നെ ഞങ്ങൾ സഞ്ചരിക്കും, ഒരിക്കലും അദ്ദേഹത്തിന്റെ രക്തത്തിന് കണക്ക് ചോദിക്കാതെ ഞങ്ങൾ പോകില്ല, ആ പിഞ്ചു മക്കളുടെ മരണത്തിന്, അവരെ കൊന്നതിന് കണക്ക് ചോദിക്കാതെ ഞങ്ങൾ പോകില്ല എന്ന് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും അമേരിക്കയെയും ഇസ്രായേലിനെയും ശക്തമായ രീതിയിൽ തന്നെ ഇവിടെ എതിർത്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് വാക്കുകളിൽ മാത്രമല്ല എന്നുള്ളതാണ്, പ്രവൃത്തിയിലൂടെ ഇറാൻ ചെയ്തു കാണിക്കുന്ന ചില കാഴ്ചകളും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും അവസാനം ഇവിടെ ബൈത്ത് ഷമേഷ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഇസ്രായേലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ്, ജെറുസലേമിൽ നിന്ന് 30 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു നഗരം. ഈ നഗരത്തിൽ ഒരു പബ്ലിക് ഷെൽട്ടറിൽ ഒരു ബോംബ് വീണു, 9ഓളം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ ഇറാൻ പ്രയോഗിച്ചത് ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് എന്ന വാർത്ത പുറത്തു വരികയാണ്. ബങ്കറാണ് ഇവിടെ തകർത്തത്, ഭൂഗർഭ അറയാണ് തകർത്തത്. 23-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. 38 മിസൈലുകൾ ഇവിടെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇറാൻ ഉപയോഗിച്ചു. ഈ മിസൈലുകളെ ഒന്നും പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല. ശക്തമായ രീതിയിൽ തന്നെ ആക്രമണം ഉണ്ടായി. ഈ ആക്രമണം ഇതേ രീതിയിൽ തന്നെ തുടരും എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇവിടെ അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന പടക്കപ്പലിന് നേരെ ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. 4 ഫത്താ-2 മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ഈ പടക്കപ്പലിനെ ആക്രമിച്ചത്. അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിന് നേരെ, അമേരിക്കക്ക് നേരെ അധിനിവേശ ഭീകരനെതിരെ ശക്തമായ ഒരു ആക്രമണമാണ് നടത്തിയത്. ഇറാഖ് യുദ്ധകാലത്തും അതുപോലെ തന്നെ ഇവിടെ പലപ്പോഴും അധിനിവേശങ്ങൾ അമേരിക്ക നടത്തുന്ന സമയത്തൊക്കെ ഈ കപ്പൽ ഉപയോഗിച്ചാണ് പല ഓപ്പറേഷനും നടത്തിയിരുന്നത്. ഒരുപാട് വിമാനവാഹിനി കപ്പലുകൾ വഹിച്ചുകൊണ്ടാണ് അബ്രഹാം ലിങ്കൺ ഇവിടെ ഈ ഇറാൻ ആക്രമണത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു, ഇന്നലെ നടന്ന വ്യോമാക്രമണത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു എന്ന വാർത്ത പുറത്തു വരികയാണ്. അമേരിക്കയുടെ നാവിക കരുത്തിന്റെ 1/3 അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ഈ കപ്പൽ. ഈ കപ്പലിന് നേരിട്ട് ഇറാൻ അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 4 മിസൈലുകൾ ഉപയോഗിച്ച് അടിച്ചു. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെങ്കിലും ഇറാൻ പറയുന്നത് ഞങ്ങളുടെ ഫത്താ-2 എന്ന് പറയുന്ന 4 മിസൈലുകളും ഈ കപ്പലിൽ പതിച്ചു എന്നുള്ളതാണ്. ശക്തമായ ഒരു നീക്കമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് നിമിഷവും പിന്തിരിഞ്ഞോടാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിലൊരു അറ്റാക്കാണ് ഇവിടെ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. വലിയ മുന്നേറ്റമാണ് ഇറാൻ ഉണ്ടായിരിക്കുന്നത്. 24 മണിക്കൂർ കഴിയുമ്പോഴേക്ക് കാര്യങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇറാനെ എഴുതിത്തള്ളിയ ആളുകൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത്. ആയത്തുള്ള അലി ഖംനായി എന്ന് പറയുന്ന വന്യവയോധികനായിട്ടുള്ള ഇറാന്റെ പരമോന്നത നേതാവിനെ ഇന്നലെ ആക്രമിച്ചില്ല, കൊലപ്പെടുത്തി ഇരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഇറാൻ ഒന്ന് അയയുമായിരുന്നു. ഇത്ര ശക്തമായ ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമായിരുന്നില്ല. ഇതിപ്പോൾ ഖംനായി കൊല്ലപ്പെട്ടു, ഈ ചോരയ്ക്ക് കണക്ക് ചോദിക്കാതെ പോകില്ല എന്നൊരു പ്രതിജ്ഞ അവർ എടുത്തിരിക്കുകയാണ്. പ്രതികാരത്തിന്റെ ചുവപ്പ് പതാക ഈ ഖംനായിയുടെ മരണശേഷമാണ് ഇറാൻ ഉയർത്തിയത്. അതായത് ഇനി പകരം ചോദിക്കാതെ പുറകോട്ടില്ല എന്ന കൃത്യമായൊരു സന്ദേശമാണ് ഈ പ്രതികാരത്തിന്റെ ചുവപ്പ് പതാക. എന്തായാലും അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ പുറത്തു വിടരുത് എന്ന് പൗരന്മാരോട് അഭ്യർത്ഥിച്ച പല ചിത്രങ്ങളും ദൃശ്യങ്ങളും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അത് ലൈവായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ ടൈംസ് അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ ഈ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തായാലും അമേരിക്കയും ഇസ്രായേലും വെള്ളം കുടിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. ട്രംപ് തീർത്തു കളയും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇവിടെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികാരത്തിന് കുറച്ചുകൂടെ വേഗതയേറി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.